തൊഴിലുറപ്പ് തൊഴിലാളികളെ സംഘടിപ്പിച്ച മുൻനിരയിൽ നിന്ന് നയിച്ച അവകാശങ്ങൾ പോരാടി നേടാൻ പ്രാപ്തരാക്കിയ നേതാവാണ് കാസർഗോഡ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ. സംസ്ഥാനത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഏറ്റവും വലിയ സംഘടനയായ NREG വർക്കേഴ്സ് യൂണിയന്റെ പ്രഥമ സംസ്ഥാന സെക്രട്ടറിയായിരുന്നു. പരിഹസിക്കുന്നവർക്കൊപ്പമല്ല, ചേർത്ത് പിടിക്കുന്നവർക്കൊപ്പം നിൽക്കണമെന്നും തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കണമെങ്കിൽ MV ബാലകൃഷ്ണൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള LDF സ്ഥാനാർത്ഥികൾ വിജയിക്കണമെന്നും തൊഴിലാളികൾ പറയുന്നു. LDF ജയിച്ചാലേ നമുക്ക് ഇവിടെ എന്തെങ്കിലും നാളേക്ക് വേണ്ട ഒരു കാര്യം കിട്ടണമെങ്കിൽ LDF ജയിക്കണം. 5 വർഷം ഉണ്ണിത്താൻ ഇന്നലെ അനൗൺസ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിന്. 5 വർഷക്കാലം കൊണ്ട് അവരവരെ ഒരുപാട് പൂക്കാലങ്ങളെല്ലാം ആക്കിയിട്ടുണ്ട്. ഇനി അതിനേക്കാളും വലിയൊരു കാര്യങ്ങളാക്കുമെന്ന് പറയുന്നത് ഇതുവരെ നമുക്ക് അങ്ങനത്തൊന്നും കണ്ടിട്ടാ മറിഞ്ഞിട്ടുമില്ല. നമ്മളിങ്ങനെ പണിയെടുക്കും, വെയിലത്ത് പണിയെടുക്കും, ജീവിക്കും, അങ്ങനത്തേലാണ്. നമുക്കൊന്നും ഇതുവരെ ഇല്ല. LDF ജയിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു പണിയിലൊരു കാര്യമോ എന്തെങ്കിലും തൊഴിലുറപ്പിലൊരു പണിയിൽ ശമ്പളം കൂട്ടാനോ പണി ഇതിനെ വർദ്ധിക്കാനോ LDF വരണം. ബാലകൃഷ്ണൻ മാഷ് ജയിക്കണമെന്ന് ഞാൻ ഉറച്ച് പറയുന്നു. നമ്മുടെ NREG യൂണിയൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് തന്നെ ബാലകൃഷ്ണൻ മാഷാണ്. അതുകൊണ്ട് നമുക്ക് സംഘടനേൻ്റെ പൂർണ്ണമായും വിശ്വാസമുണ്ട്. നമ്മളെ ശബ്ദം എന്തായാലും തീർച്ചയായിട്ടും പാർലമെൻറ്റിൽ വരണമെങ്കിൽ MP ആയിട്ട് ബാലകൃഷ്ണൻ മാഷ് തന്നെ അവിടെ എത്തണം. കേരളത്തിൽ ഏതെടുത്തും 20ലും വരേണ്ടത് LDFൻ്റെ MP മാരായിരിക്കണം. അവർ തീർച്ചയായിട്ടും പോയിട്ട് അവിടെ ശബ്ദം ഉയർത്തുന്നില്ലത് നമ്മളെ തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയാണ്. ഏപ്രിൽ 26-ന് അത് നമ്മൾ തെളിയിച്ചു കൊടുക്കണം. നമ്മുടെ ശക്തി, തൊഴിലാളികളുടെ ശക്തി തെളിയിച്ചു കൊടുക്കണം. ബാലകൃഷ്ണൻ മാഷയിലൂടെ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് നമ്മുടെ ശബ്ദം, നമ്മുടെ ഓരോ തൊഴിലാളികളുടെ ശബ്ദം കേന്ദ്രത്തിലെത്താൻ, പാർലമെൻറ്റിലെത്തി നമ്മൾ സംസാരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ബാലകൃഷ്ണൻ മാഷ് ഉണ്ടാവണം. നമ്മളെ തൊഴിലാളികളെ ശബ്ദം പാർലമെൻറ്റിൽ കേൾക്കണമെങ്കിൽ ബാലകൃഷ്ണൻ മാഷ് തന്നെ അടുത്ത MP ആയിട്ട് വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് നമ്മളെല്ലാവരും വോട്ടും ബാലകൃഷ്ണൻ മാഷക്ക് തന്നെ. നമുക്ക് സംഘടന ആദ്യമായിട്ട് രൂപീകരിച്ച് തന്നെ ബാലകൃഷ്ണൻ മാഷാണ്. 2005 തൊഴിലുറപ്പ് തുടങ്ങിയിട്ട് അന്ന് 125 ഉറുപ്പ്യ കൂലിയാണ്. നമുക്ക് നമ്മളപ്പം സപ്പോർട്ട് കൂടാൻ വേറെ ഒരാളുണ്ടായിട്ടില്ല. ബാലകൃഷ്ണൻ മാഷും നമുക്ക് കാലിനും നടുവിനും കയ്യെന്ന് പറഞ്ഞ ഭാഗത്ത് നമ്മൾ പോയ മീറ്റിങ്ങിനെല്ലാം ഓറുണ്ട്. ഈ 8 മാസം പിന്നല്ലേ കാഞ്ഞങ്ങാട് ഒരു മീറ്റിംഗ് നടന്നത്. നമ്മളാടെ എത്തിയിട്ട് എത്രയോ ആളാടെ പ്രസംഗിച്ച് നമ്മളാൾക്കാർ തന്നെ. പക്ഷേങ്കിൽ അവസാനം ബാലകൃഷ്ണൻ മാഷ പ്രസംഗിച്ചെടുക്കുകയാണ് ഞങ്ങൾക്കൊരു നമ്മളെ ഉള്ളിലൊരു വിഷമം പോയിന്.